കുഫറിൻ്റെ വക്താക്കൾക്ക് നാളെ പരലോകത്തുള്ളത് നരകമാണ്. അള്ളാഹുവിനെ നിഷേധിച്ചവർക്കുള്ളത് നരകമാണ്. കുഫർ ആകുന്ന ഏത് കാര്യവും ഒരാൾ അതിലായി മരിച്ചാൽ അവൻ ശാശ്വത നരകത്തിലായിരിക്കും. അള്ളാഹുവിനെ നിഷേധിക്കുക, അവൻ്റെ വാക്കുകൾ വല്ലതും, അവൻ്റെ കിതാബുകൾ വല്ലതും നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ നബിമാരെ ആരെയെങ്കിലും നിഷേധിക്കുക, പരലോകത്തെ നിഷേധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുക, ഇതെല്ലാം കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. ആ കുഫറിലായി ആരെങ്കിലും മരിച്ചാൽ അവർ നരകത്തിലായിരിക്കുമെന്ന് മാത്രമല്ല, അവരവിടെ ശാശ്വതരായിരിക്കും. ഒരിക്കലും അവിടെ നിന്ന് രക്ഷപ്പെടുക അവർക്ക് സാധ്യമല്ല. കാരണം നരകം അവരെ ശുദ്ധീകരിക്കുകയില്ല. നരകം ആരെയാണ് ശുദ്ധീകരിക്കുക? ഈ ലോകത്ത് ഇസ്ലാമിലായി അള്ളാഹുവിൽ വിശ്വസിച്ച് ജീവിച്ചു, എന്നാൽ ചില തിന്മകൾ അവനിൽ സംഭവിച്ചു പോയി. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, കുഫർ അവനിൽ സംഭവിച്ചിട്ടില്ല, മറ്റുള്ള തിന്മകളിലായി മരിച്ചു. എന്താണ് അവൻ്റെ പരലോകത്തെ സ്ഥിതി? അവൻ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മശീഅത്തിന് കീഴിലാണ്, അഥവാ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് കീഴിലാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു പക്ഷേ അവന് നേരെ പുറത്തു കൊടുക്കുകയും അവന് സ്വർഗത്തിലാക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ അള്ളാഹു അവൻ്റെ തിന്മകൾക്ക് അവനെ ശിക്ഷിക്കും. അങ്ങനെ നരകം അവനെ ശുദ്ധീകരിച്ച് ഒടുവിൽ അവൻ സ്വർഗത്തിൽ എത്തിച്ചേരും. ഒരാൾക്കും ഒരു കറയുമായി, പാപത്തിൻ്റെ ഒരു കറയുമായി സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അതുകൊണ്ട് തിന്മകൾ മായ്ക്കപ്പെടാൻ പല വഴികളുണ്ട്. ഒന്ന് തൗബയാണ്, അതുപോലെ ഈ ലോകത്തെ പരീക്ഷണങ്ങളാണ്. അതിലും ശുദ്ധീകരിക്കപ്പെട്ടില്ലേ നരകം കൊണ്ട് അള്ളാഹു ശുദ്ധീകരിച്ച് സ്വർഗത്തിലാക്കും. എന്നാൽ കുഫറിൻ്റെ, ഷിർക്കിൻ്റെ കറ അത് നരകം കൊണ്ടുപോലും ശുദ്ധീകരിക്കാൻ സാധിക്കാത്ത അത്രയും വലിയ കറയാണ്. ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാം. അള്ളാഹു മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞതുപോലെ അതെന്തു നജസാണ്? അത് തൊട്ടാൽ നമ്മുടെ കയ്യിലാകുന്ന മാലിന്യമല്ല, മറിച്ച് അത് ഉള്ളിലുള്ള ഷിർക്കിൻ്റെ, കുഫറിൻ്റെ മാലിന്യമാണ്. അത് നരകം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയില്ല, മറിച്ച് കാലാകാലം അവിടെ കഴിയേണ്ടി വരും. നസറുല്ലാഹി ആഫിയ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഏറ്റവും അധികം ഭയപ്പെടേണ്ടത് കുഫറിനെയാണ്, ഷിർക്കിനെയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിനെയാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് അന്ത്യനാൾ അടുത്ത കാലം വന്നാൽ, അതുപോലെ അവസാന കാലമായാൽ ഫിത്നകൾ വർദ്ധിക്കും, കുഴപ്പങ്ങൾ വർദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. കുഴപ്പങ്ങളുടെ ആധിക്യം എത്രത്തോളമായി തീരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം യുസ്ബിഹു الرجل മുഅ്മിനൻ വയുംസി കാഫിറൻ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ യബിഉ ദീനഹു ബിഅറദിൻ മിന ദുനിയ. നിങ്ങൾ ഫിത്നകൾ, കുഴപ്പങ്ങൾ ഉള്ള കാലത്ത് പ്രവർത്തനങ്ങളുമായി, നല്ല പ്രവർത്തനങ്ങളുമായി അള്ളാഹുലേക്ക് മുന്നേറുക. കഖിതഇൽ ലൈലിൽ മുദ്ലിം, ഇരുണ്ട രാത്രിയുടെ കഷ്ണങ്ങൾ പോലെയായിരിക്കും ആ ഫിത്നകളുടെ, കുഴപ്പങ്ങളുടെ കാലം. യുസ്ബിഹു الرجل മുഅ്മിനൻ വയുംസി കാഫിറൻ, രാവിലെ മുഅ്മിനായിരുന്നവൻ, വിശ്വാസിയായിരുന്നവൻ വൈകുന്നേരം കാഫിറായിട്ടുണ്ടാവും. വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ, വൈകുന്നേരം മുഅ്മിനായിരുന്നവൻ രാവിലെ ആകുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാകും. യബിഉ ദീനഹു ബിഅറദിൻ മിന ദുനിയ, ദുനിയാവിൻ്റെ തുച്ഛമായ ലാഭത്തിന് വേണ്ടി അവൻ സ്വന്തം ദീനിനെ വിറ്റുകളയും. നോക്കൂ നിങ്ങൾ, മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മുസ്ലിം കാഫിറാവുകയാണ്. അങ്ങനെയുള്ള കാലം വരും. നമ്മൾ വളരെയധികം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹുവിനോട് ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ ഏറ്റവും നമ്മൾ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ ശ്രദ്ധയും ഇഖ്ലാസും അക്കാര്യം ദുആ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ടായിരിക്കും. നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത പ്രാർത്ഥനയാണ് നമ്മുടെ ദീനിനു വേണ്ടിയുള്ള ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ, ഞങ്ങളുടെ പരീക്ഷണം ദീനിലാക്കരുതേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. അള്ളാഹു ഞങ്ങളുടെ കുഴപ്പം അത് ഞങ്ങളുടെ ദീനിലാക്കി കളയരുത്. ദുനിയാവിൽ എന്ത് കുഴപ്പം ബാധിക്കുന്നതിനേക്കാൾ അപകടമാണ് ഒരുവൻ്റെ ദീൻ കുഴപ്പത്തിലാവുക എന്നതിൻ്റെ, വിശ്വാസം തെറ്റിപ്പോവുക, മിക്ക ഷിർക്കിലോ കുഫറിലോ അതല്ലെങ്കിൽ ബിദ്അത്തിലോ ഒക്കെ അകപ്പെട്ടു പോവുക എന്നത് ഏറ്റവും ഗൗരവമുള്ളതാണ്. വളരെ സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിനുശേഷം അള്ളാഹു പറയുന്നു, ഇദാ ഉൽഖു ഫീഹാ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ.
ഇദാ ഉൽഖൂ ഫീഹ, അവർ നരകത്തിൽ എറിയപ്പെട്ടാൽ സമിഉ, അവർ കേൾക്കും, ലഹ, ആ നരകത്തിന് അവർ കേൾക്കുന്നതാണ്, ഷഹീഖൻ, ഒരു മുരൾച്ച കേൾക്കുന്നതാണ്, വഹിയ തഫൂർ, അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. വലയ്യാദു ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു നരകത്തിൻ്റെ ഭയാനകത ഈ ആയത്തിലൂടെ പറയുകയാണ്. ഇദാ ഉൽഖൂ ഫീഹ, അവർ അവിടേക്ക് എറിയപ്പെട്ടാൽ എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആ പറഞ്ഞതിൽ തന്നെ എത്രമാത്രം നിന്ദ്യമായ അപമാനകരമായ അവസ്ഥയിലാണ് അവർ നരകത്തിൽ ചെന്നുപെടുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. നരകത്തിൽ അവർ ആനയിക്കപ്പെടുകയല്ല, അവരെ സ്വീകരിച്ചു കൊണ്ടുപോവുകയല്ല, മറിച്ച് നിന്ദ്യരായ അവസ്ഥയിൽ അവരെ വലിച്ചെറിയുകയാണ് അവിടേക്ക്. ഇദാ ഉൽഖൂ ഫീഹ, അങ്ങനെ വലിച്ചെറിയപ്പെട്ടാൽ നരകത്തിന് അവർ ഒരു ശബ്ദം കേൾക്കുന്നതാണ്, ഒരു ഷഹീഖ് കേൾക്കുന്നതാണ്, ഒരു മുരൾച്ച, ഒരു ഗർജനം കേൾക്കുന്നതാണ്. നരകം അത് സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളക്കണക്കിന് ഹദീസുകളിലുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് കാണാം, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. നാം നരകത്തോട് ചോദിക്കുന്ന നാൾ, ഹലിം തലഅതി, നീ നിറഞ്ഞുവോ, വതഖൂലു ഹൽ മിൻ മസീദ്, അപ്പോൾ നരകം ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ എന്ന് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് പുറത്തേക്ക് വരും, അതിന് കണ്ണുകളുണ്ടാകും, ആളുകളെ നോക്കിക്കാണും, അത് സംസാരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അതിന് ഗർജനമുണ്ടായിരിക്കും, അള്ളാഹുവിനോട് അത് സംസാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഹിയ തഫൂർ, അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാത്രം എങ്ങനെയാണ് അടുപ്പത്ത് വച്ചാൽ തിളച്ചു മറിയുന്നത്, അതിന് പ്രയോഗിക്കുന്ന പദമാണ് തഫൂർ. നരകം അത് തിളച്ചു മറിയും അതിൻ്റെ ചൂടുകൊണ്ട്. തകാദു തമയ്യസു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. തകാദു തമയ്യസ്, അത് പരസ്പരം വിണ്ടുകീറുമാറാകുന്നു, അത് കഷ്ണം കഷ്ണമായി പിളർന്നു പോകുമാറാകുന്നു. മിനൽ ഗൈദ്, കോപം കൊണ്ട്. നരകത്തെ തന്നെ തിന്നുന്ന അവസ്ഥയിൽ എത്തിച്ചേരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നരകം അള്ളാഹുവിനോട് അവലാതി പറഞ്ഞു, റബ്ബേ, എൻ്റെ ചില ഭാഗങ്ങളെ തിന്നുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അതുകൊണ്ട് അതിന് 2 നിശ്വാസങ്ങൾക്ക് ചൂട് പുറത്തുവിടാൻ അനുവാദം നൽകിയെന്ന് ഹദീസുകളിൽ കാണാം. അത്രയും കഠിനമാണ് അതിൻ്റെ ചൂട്. അതിനെ തന്നെ തിന്നു തീർക്കും. കോപം കൊണ്ടത് പരസ്പരം വേർപെടും എന്ന് വന്നാൽ അതിലകപ്പെടുന്നവൻ്റെ സ്ഥിതി എന്തായിരിക്കും? വലയ്യാദു ബില്ലാഹ്. അതിലെ ശിക്ഷകളാകട്ടെ അത് ഒരു തരമല്ല, മറിച്ച് പല രൂപത്തിലുള്ളതാണ്. മാനസികമായി അവിടെ ആളുകൾക്ക് ശിക്ഷയുണ്ട്, അതുപോലെ ശാരീരികമായ ശിക്ഷയും. മാനസികമായുള്ള ശിക്ഷയുടെ ഭാഗമാണ് അവർക്ക്, നരകവാസികൾക്ക് ചില സന്ദർഭങ്ങളിൽ പുറത്തേക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നും എന്നത്. അങ്ങനെ അവർ പുറത്തേക്ക് പോകാൻ ചെന്നാൽ കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹ യുഈദു ഫീഹാ, പുറത്തേക്ക് പോകാം എന്നായാൽ അതാ തിരിച്ചതിലേക്ക് തന്നെ മടക്കപ്പെടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ജയിലറയിൽ ഒരുപാട് കാലം കിടക്കേണ്ടി വരുന്ന ഒരുവനെ ഒരു ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് നിനക്ക് പുറത്തേക്ക് പോകാം, അല്ലെങ്കിൽ അവനെ മോചിപ്പിക്കുകയാണെന്ന് തോന്നുന്ന രൂപത്തിൽ അവനോട് പെരുമാറുകയാണ്. എന്നിട്ട് പുറത്ത് കടക്കാൻ വന്നാൽ വീണ്ടും അവിടേക്ക് തിരിച്ചു മടക്കുക, എന്തായിരിക്കും അയാളുടെ സ്ഥിതി? അയാളുടെ പ്രയാസം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് നരകവാസികൾ അള്ളാഹുവിനോട് പറയുമെന്ന്, മലക്കിനോട് അപേക്ഷിക്കുമെന്ന് ഖുർആനിൽ കാണാം. റബ്ബിനോട് ഒന്ന് പറയുമോ, യുഖഫിഫ് അന്ന യൗമൻ മിനൽ അദാബ്. നരകവാസികളുടെ കേണുള്ള അപേക്ഷയാണ്. ഒന്ന് റബ്ബിനോട് പറയുമോ, യുഖഫിഫ് അന്ന, ഞങ്ങൾക്ക് ഒരല്പം ഇളവ് തരാൻ, ഈ ശിക്ഷ ഒന്ന് അവസാനിപ്പിച്ചു തരണമെന്നല്ല, മറിച്ച് ഒരു ഇളവ് തന്നാലും. എത്ര നാളേക്കുള്ള ഇളവാണ്? ഒരു വർഷം എന്നാണോ, ഒരു മാസം എന്നാണോ, ഒരാഴ്ച? യൗമൻ, ഒരു ദിവസമെങ്കിലും. മിനൽ അദാബ്, ഈ ശിക്ഷയിൽ നിന്ന് ഒരു ദിവസമെങ്കിലും ഒരു ഇളവ് ഞങ്ങൾക്ക് നൽകിയെങ്കിൽ എന്നവർ കേണപേക്ഷിക്കുമെന്നാണ്. അവരെ പോലെ ശിക്ഷ അനുഭവിക്കുന്ന മറ്റുള്ളവരെ കണ്ടതുകൊണ്ട് അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല. ദുനിയാവിൽ നമുക്കെന്തെങ്കിലും പ്രയാസമുണ്ടാൽ അതുപോലുള്ള ഒരാളെ കണ്ടാൽ നമുക്ക് പ്രയാസം അല്പം കുറഞ്ഞതായി തോന്നും. എന്നാൽ നരകത്തിലാകട്ടെ മറ്റുള്ളവരെ അതുപോലെ അനുഭവിക്കുന്നത് കണ്ടാൽ ഒരു ഇളവും മനസ്സിൽ തോന്നുകയില്ല, ഒരു എളുപ്പവും മനസ്സിൽ തോന്നുകയില്ല, ശിക്ഷയിലൊരു കുറവും തോന്നുകയില്ല.
ആ തീ അണയാനൊരുങ്ങുമ്പോഴെല്ലാം അള്ളാഹു അത് ആളിക്കത്തിക്കുന്നതാണ്. കുല്ലമാ ഖബത് സിദ്നാഹും സഈറ, അതണയുമ്പോഴെല്ലാം നാം അത് ആളിക്കത്തിക്കുന്നതാണ് എന്ന് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു. കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, അതിൽ ഏതൊരു സംഘം അതിലേക്ക് വലിച്ചെറിയപ്പെട്ടാലും സഅലഹും, അവരോട് ചോദിക്കും, ഖസനതുഹാ, ആ നരകത്തിൻ്റെ കാവൽക്കാർ ചോദിക്കും, അലം യഅതികും, നിങ്ങളിലേക്ക് വന്നിരുന്നില്ലേ നദീർ, ഒരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ. നോക്കൂ, നരകത്തിന് കാവൽക്കാരുണ്ട് എന്നാണ്. നരകത്തിന് കാവൽക്കാരായ മലക്കുകളുണ്ട്. ആ മലക്കുകൾ നരകവാസികളായ ആളുകൾ സംഘമായി അതിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു താക്കീതുകാരൻ നിങ്ങളിലേക്ക് ഇതേക്കുറിച്ച് താക്കീത് നൽകുന്നവൻ വന്നിട്ടില്ലേ? ആ ചോദ്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാരണം ഈ കത്തിയാളുന്ന നരകത്തിൽ അകപ്പെട്ടവരോട് ഏറ്റവും യോജിച്ച ചോദ്യമാണ്, എന്തേ നിങ്ങൾ ഇങ്ങനെ ഒരു നരകത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഇതിലേക്ക് ചെന്നു ചാടാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളുണ്ട്, അത് ചെയ്യരുത് എന്ന് നിങ്ങളോട് ആരും പറഞ്ഞു തന്നില്ലേ? കാരണം അത് കേട്ട ഒരാൾക്ക് എങ്ങനെയാണ് പിന്നീട് അതിലേക്ക് എത്തിപ്പെടുന്ന പ്രവർത്തിക്കാൻ തോന്നുക? ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു നരകം സൃഷ്ടിച്ചത് നോക്കി വരാൻ പറഞ്ഞപ്പോൾ നോക്കി വന്ന് ജിബ്രീൽ പറഞ്ഞതുപോലെ ആദ്യം ജിബ്രീൽ എന്താണ് പറഞ്ഞത്? റബ്ബേ, അതിനെക്കുറിച്ച് കേട്ട ഒരാളും അതിൽ കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും ഭീകരമാണത്. പിന്നീട് നരകത്തെ അള്ളാഹു ഷഹവാത്ത് കൊണ്ട്, മനുഷ്യൻ്റെ ഇച്ഛകൾ ആഗ്രഹങ്ങൾ കൊണ്ട് മൂടുകയുണ്ടായി. അപ്പോൾ ജിബ്രീൽ തിരിച്ചു വന്ന് പറഞ്ഞു, റബ്ബേ, അതിൽ നിന്നൊരാളും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം മനുഷ്യൻ അവന് തോന്നിയതിൻ്റെ ഒക്കെ പിന്നാലെ പോയാൽ അവിടെയാണ് എത്തിച്ചേരുക. ഈ ഭീകരമായ നരകത്തെക്കുറിച്ച് ഒരാളും നിങ്ങൾക്ക് താക്കീത് നൽകിയില്ലേ? എന്തേ നിങ്ങൾ ഇതിലകപ്പെട്ടു പോയത് എന്ന് അവരോട് ചോദിക്കുന്നതാണ്. ഖാലു, അവർ പറയും, ബല, അല്ല, മറിച്ച് ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, ഖദ് ജാഅനാ നദീർ, ഖദ് ജാഅനാ, ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട്, നദീറുൻ, താക്കീതുകാരൻ വന്നിട്ടുണ്ട്. ഫകദ്ദബ്ന, പക്ഷേ ഞങ്ങൾ നിഷേധിച്ചു തള്ളി. വഖുൽന, ഞങ്ങൾ പറഞ്ഞു, മാ നസ്സലല്ലാഹു മിൻ ഷൈ, മാ നസ്സലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല, മിൻ ഷൈ, ഒന്നും അള്ളാഹു ഇറക്കിയിട്ടില്ല, ഒരു ഗ്രന്ഥവും അവതരിപ്പിച്ചിട്ടില്ല, ഒരു സന്ദേശവും അള്ളാഹു ഒരു റസൂലിനും നൽകിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ കബീർ, ഇൻ അൻതും, നിങ്ങളല്ല, ഇല്ലാ ഫീ ദലാൽ, വഴികേടിലല്ലാതെയല്ല, കബീർ, വലിയ വഴികേടിലാണ് നിങ്ങൾ. ആരോടാണ് അവരിത് പറഞ്ഞത്? അവരിലേക്ക് നരകത്തെക്കുറിച്ച് താക്കീത് നൽകാൻ വന്ന, നന്മ അവരോട് കൽപ്പിച്ച, തിന്മ വിലക്കിയ റസൂലുകളോടും മറ്റുമാണ് അവർ ഈ വാക്ക് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് താക്കീതുകാരൻ നമ്മിലേക്ക് വന്നു എന്നത് അള്ളാഹുവെങ്കിൽ പിന്നീട് നമുക്ക് ഒരു ന്യായവും ഇല്ലാതെയാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഖൗമും നശിച്ചു പോവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ലൻ യഹ്ലികന്നാസു ഹത്താ യഅ്ദിറു മിൻ അൻഫുസിഹിം, ഒരു കൂട്ടരും നശിക്കുകയില്ല, അവർക്ക് ഒരു ഒഴിവ് കഴിവും ഇല്ലാത്തിടത്തോളം, ഇല്ലാതെയാകുവോളം അവർ നശിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ തിന്മകളിൽ മുങ്ങി നരകത്തിന് ഏറ്റവും അർഹരാണ് ഞങ്ങൾ, ഒരിക്കലും ഞങ്ങൾക്ക് സ്വർഗം യോജിക്കുകയില്ല എന്ന് മനസ്സിലാകാതെ ഒരാളും നശിക്കുകയില്ല, ഒരാൾക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കുകയില്ല. സ്വയം സമ്മതിക്കും അത്. അവർക്ക് അള്ളാഹുവിൽ ഒരു ന്യായവും പറയാനുണ്ടാവുകയില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് സ്വർഗത്തിലെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. നിങ്ങളെങ്ങാനും നന്നായിരുന്നുവെങ്കിൽ ഇതായനെ നിങ്ങളുടെ സങ്കേതം. സ്വർഗവാസികൾക്കും അതെ, നരകത്തിലെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. നിങ്ങളെങ്ങാനും മോശക്കാരായിരുന്നുവെങ്കിൽ ഇതായനെ നിങ്ങളുടെ സങ്കേതം. നോക്കൂ നിങ്ങളത്, നരകക്കാരാകട്ടെ സ്വർഗക്കാരാകട്ടെ, നരകക്കാരുടെ പ്രയാസത്തിനുമേൽ പ്രയാസമുണ്ടാക്കുന്ന, സ്വർഗക്കാരുടെ സന്തോഷത്തിനുമേൽ സന്തോഷമുണ്ടാക്കുന്ന വാക്കാണത്. കാവൽക്കാർ ചോദിച്ചു, നിങ്ങളിലേക്ക് താക്കീതുകാർ വന്നില്ലേ? അവർ പറഞ്ഞു, വന്നു, പക്ഷേ ഞങ്ങൾ നിഷേധിച്ചു എന്ന് മാത്രമല്ല, അവരിലേക്ക് വന്ന റസൂലിനെ മാത്രമല്ല അവർ നിഷേധിച്ചത്, പിന്നെയോ അള്ളാഹു അവതരിപ്പിച്ച മുഴുവൻ സന്ദേശങ്ങളെയും അവർ നിഷേധിച്ചു. മാ നസ്സൽ അല്ലാഹു മിൻ ഷൈ, അള്ളാഹു യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നു മാത്രമല്ല, ഹിദായത്ത് പറയാൻ വന്നവരെ അവർ ദലാലത്തിൻ്റെ ആളുകളാക്കി ചിത്രീകരിക്കുകയാണ്. ദലാലത്തിൻ്റെ ആളുകൾ എന്നല്ല, ഏറ്റവും വലിയ ദലാലത്തിൻ്റെ ആളുകൾ. ഇൻ അൻതും ഇല്ലാ ഫീ ദലാലിൻ കബീർ, നിങ്ങൾ വലിയ വഴികേടിൻ്റെ ആളുകളാണ് എന്നാണ് അവരിലേക്ക് വന്ന താക്കീതുകാരനോട്, റസൂലുകളോട് പറയുക. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾക്ക് അള്ളാഹു ആയുസ് നീട്ടി നൽകി, അള്ളാഹു അവരിലേക്ക് താക്കീതുകാരൻ നിയോഗിച്ചാൽ പിന്നെ യാതൊരു ന്യായവുമില്ല. നാളെ പരലോകത്ത് ആളുകൾ അള്ളാഹുവിനോട് വിലപിക്കും, സമയം നീട്ടി നൽകിയാലും
എന്താണ് അള്ളാഹുവിൻ്റെ തിരിച്ചുള്ള മറുപടി? അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രമുള്ള ആയുസ് ഞാൻ നൽകിയില്ലേ? താക്കീതുകാരൻ നിങ്ങളിലേക്ക് വന്നില്ലേ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. വഖാലു, അവർ പറയും, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. വഖാലു, അവർ പറയുന്നു, ലൗ കുന്നാ നസ്മഉ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങൾ കാര്യം ഗ്രഹിച്ചിരുന്നുവെങ്കിൽ, മാ കുന്ന, ഞങ്ങളായി തീരുമായിരുന്നില്ല, മിൻ അസ്ഹാബിസ് സഈർ, ഈ കത്തിയാളുന്ന നരകത്തിൻ്റെ ആളുകളായി തീരുമായിരുന്നില്ല. ഫഅ്തറഫു ബിദംബിഹിം, അങ്ങനെ അവരവരുടെ കുറ്റം സ്വയം സമ്മതിക്കുന്നു. ഫസുഹ്ഖൻ ലി അസ്ഹാബിസ് സഈർ, ഫസുഹ്ഖൻ, അപ്പോൾ വിദൂരം വിദൂരം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. ലി അസ്ഹാബിസ് സഈർ, ഈ നരകക്കാരായ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവതരിപ്പിച്ച സത്യം അത് കേൾക്കുകയും എന്നിട്ട് അത് ഉൾക്കൊള്ളുകയും ചെയ്യണം. അത് ചെയ്യാത്തതിൽ പരലോകത്ത് അവർ ഖേദിക്കുമെന്നാണ്. ലൗ കുന്നാ നസ്മ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ. അതേത് കേൾവിയാണ്? അത് ഗ്രഹിക്കാനുള്ള കേൾവിയാണ്, അത് കേവലമായ കേൾവിയല്ല. അള്ളാഹു ചിലരെ കുറിച്ച് പറഞ്ഞതുപോലെ അവർക്ക് കാതുകളുണ്ട്, പക്ഷെ അവർ കേൾക്കുന്നില്ല. എന്താണ് കേൾക്കാത്തത്? ശബ്ദം അവർ കേൾക്കുന്നുണ്ട്, പക്ഷേ ഉൾക്കൊള്ളാനുള്ള കേൾവി, ആ ശ്രദ്ധിച്ചുള്ള കേൾക്കൽ അവർ കേൾക്കുന്നില്ല. അതുപോലെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ചില ആളുകളെ നമുക്ക് കാണാം, ദുനിയാവിലെ ഏത് കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലും വലിയ അറിവ് അവർക്കുണ്ടാകും, വലിയ രൂപത്തിൽ സംസാരിക്കാൻ സാധിക്കും. എന്നാൽ ദീനിൻ്റെ വളരെ ലളിതമായ പാഠം പോലും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടല്ലോ ഒരുപാട് പേരെ നമ്മൾ കാണുന്ന ദുനിയാവിൽ വലിയ വലിയ വിദ്യാഭ്യാസമുള്ള, വലിയ സർട്ടിഫിക്കറ്റുകൾ കൈകളിലുള്ള ആളുകൾ, പക്ഷേ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവർ, ആൾ ദൈവങ്ങളെ പൂജിക്കുന്നു, ഖബറുകൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ ദുനിയാവിലെ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അള്ളാഹുവിൻ്റെ ആയത്തുകൾ കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള തൗഫീഖ് ഇല്ലാതെ പോയി. അതാണ് ഈ പറയുന്നത്, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. അതുകൊണ്ട് മുഅ്മിനുകൾ എന്തായിരിക്കണം? അള്ളാഹുവിൻ്റെ ആയത്തുകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേട്ടാൽ ചെവി കൊടുക്കാതെ അശ്രദ്ധമായി തിരിഞ്ഞു കളയുന്ന ആളുകളാകരുത്. മറിച്ച് അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ഉൾക്കൊള്ളുകയും എന്താണ് പാഠം എന്ന് ഉൾക്കൊള്ളുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാർ പറഞ്ഞത്, അള്ളാഹു ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുന്നത് കേട്ടാൽ നീ നിൻ്റെ കാത് കൊടുത്ത് കേൾക്കുക. അള്ളാഹു ഒന്നുകിൽ നിന്നോടൊരു കാര്യം കൽപ്പിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹു നിന്നോടൊരു കാര്യം വിലക്കുകയായിരിക്കും. അതുകൊണ്ട് നോക്കുക, ഈ റമദാനിൽ ഖുർആൻ നമ്മൾ കേൾക്കുമ്പോൾ, ഖുർആൻ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന കണ്ടാൽ അത് നമുക്ക് മുഹാസബത്തിനുള്ള ഒരു അവസരമാണ്, സ്വയം വിചാരണ നടത്താനുള്ള അവസരമാണ്. ഈ കൽപ്പനയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു, അള്ളാഹു പറഞ്ഞത് പാലിക്കുന്നവനാണോ ഞാൻ? അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ ഇതാ ഈ വിലക്ക് അനുസരിച്ച് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണോ ഞാൻ? ഇങ്ങനെ മുഹാസബത്ത് നടത്താൻ, ആത്മവിചാരണ നടത്താനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ കേൾക്കുകയും ഖുർആൻ പഠിക്കുകയും ഒക്കെ ചെയ്യുക എന്നത്. അതുകൊണ്ട് മുഅ്മിൻ ഇതാ ഈ പറഞ്ഞതിന് നേരെ എതിർ സ്വഭാവത്തിലായിരിക്കും. അവൻ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും അത് പാലിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യും. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുന്നു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വ അജ്റുൻ കബീർ. ഇന്നല്ലദീന, ഏതൊരു കൂട്ടരാണോ, യഖ്ശൗന ഭയപ്പെടുന്നത്, റബ്ബഹും അവരുടെ റബ്ബിനെ, ബിൽ ഗൈബി ഗൈബായ അദൃശ്യമായ അവസ്ഥയിൽ, ലഹും അവർക്കുണ്ടായിരിക്കും, മഗ്ഫിറത്തുൻ പാപമോചനമുണ്ടായിരിക്കും, വ അജ്റുൻ പ്രതിഫലമുണ്ടായിരിക്കും, കബീർ വലിയ പ്രതിഫലമുണ്ടായിരിക്കും. നോക്കൂ, അള്ളാഹു ഇതിനു തൊട്ടു മുമ്പുള്ള ആയത്തുകളിൽ അള്ളാഹുവിനെ നിഷേധിച്ച കുറ്റക്കാരായ നരകാവകാശികളായ ആളുകളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ഈ ആയത്തിൽ അള്ളാഹുൽ വിശ്വസിച്ച, അവനെ ഭയപ്പെട്ട, അവനനുസരിച്ച സ്വർഗാവകാശികളാകുന്ന ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ഖുർആനിൻ്റെ പ്രത്യേകതകളിലൊന്നാണ്. ഖുർആൻ മുതശാബിഹൻ മഥാനി, അള്ളാഹു ഖുർആനെ വിശേഷിപ്പിച്ചത് കാണാം, മുതശാബിഹൻ മഥാനി, അത് പരസ്പര സാദൃശ്യമുള്ള ആയത്തുകളാണ്. ഒരിക്കലും ഒരിടത്ത് പറഞ്ഞതിനെതിര് മറ്റൊരിടത്ത് ഉണ്ടാവുകയില്ല. അതുപോലെ മഥാനി, രണ്ട് ഭാഗങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകളാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൽ.
അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞാൽ അവൻ്റെ കോപത്തെക്കുറിച്ചുണ്ടാകും. മുഅ്മിനുകളെക്കുറിച്ച് പറഞ്ഞാൽ കുഫാറുകളെക്കുറിച്ചുണ്ടാകും. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞാൽ നരകത്തെക്കുറിച്ച്. ഇങ്ങനെ ഇത് പറയുക, രണ്ടു ഭാഗങ്ങൾ പറയുക, എതിർഭാഗങ്ങൾ വിശദീകരിക്കുക ഖുർആനിൻ്റെ ശൈലിയാണ്. നോക്കൂ, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, ആരാണോ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെട്ടത്. ഖശിയത്ത് എന്നത് ഇബാദത്തുകളിലൊന്നാണ്, ശ്രേഷ്ഠമായ ഇബാദത്തുകളിലൊന്നാണ് ഖശിയത്ത്, അള്ളാഹുവിനോടുള്ള ഭയം. അത് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടുള്ള ഭയമാണ്, കേവലമായൊരു പേടിയല്ല. സാധാരണ പേടിക്ക് ഖൗഫ് എന്ന് പറയും, എന്നാൽ ഖശിയത്ത് എന്ന് പറയുന്നത് ആരെയാണോ പേടിക്കുന്നത് അവനെ അറിഞ്ഞുകൊണ്ടുള്ള ഭയമാണ്. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് അവർ. യഖ്ശൗന റബ്ബഹും, അവരവരുടെ റബ്ബിനെ ഭയപ്പെടുന്നു. റബ്ബ് ഭയപ്പെടേണ്ടവൻ തന്നെയാണ്. അള്ളാഹുവിനെ ഭയമില്ലാതിരിക്കുക എന്നത് പാടില്ല. ചില പിഴച്ച കക്ഷികൾ പറയാറുണ്ട്, എന്തിനാണ് അള്ളാഹുവിനെ ഭയപ്പെടാൻ പറയുന്നത്, അള്ളാഹുവിനെ സ്നേഹിച്ചാൽ മാത്രം മതി. അല്ല, അത് തെറ്റായ വിശ്വാസമാണ്. മറിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കണം, അള്ളാഹുവിനെ ഭയപ്പെടണം, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഹൃദയങ്ങളെ അള്ളാഹുവിലേക്ക് നയിക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ: ഒന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹം, രണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, മൂന്ന് അള്ളാഹുവിലുള്ള പ്രതീക്ഷ. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാലാണ് ഇബാദത്താവുക. ശരിയായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇത് മൂന്നും ഉള്ള ആളുകളാണ്. നോക്കൂ, റബ്ബിനെ അവർ ഭയപ്പെടുന്നു. എങ്ങനെ ഭയപ്പെടുന്നു? ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നു. അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട രണ്ട് തഫ്സീറുകൾ, രണ്ട് വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ കാണാത്ത നിലയിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് മുഅ്മിനുകൾ. അവർ അള്ളാഹുവിനെ, അവരുടെ റബ്ബിനെ കണ്ടിട്ടില്ല, പക്ഷെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. ചില ഹദീസുകളിൽ കാണാം, റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനുകളെക്കുറിച്ച്, അവരുടെ ഇബാദത്തിനെ കുറിച്ച് പറയാൻ വരുന്ന മലക്കുകളോട് അള്ളാഹു ചോദിക്കും, അവർ എന്നെ കണ്ടിട്ടുണ്ടോ? മലക്കുകൾ പറയും, ഇല്ല. അള്ളാഹു ചോദിക്കും, എന്നെ കണ്ടാൽ എങ്ങനെയായിരിക്കും? ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിലുള്ള റബ്ബിനെ കണ്ടിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി? അവരുടെ ഇബാദത്ത് അതിനേക്കാൾ എത്രയോ മുകളിലായിരിക്കും. മുഅ്മിനുകളെ അള്ളാഹു അവർക്ക് ഈ രൂപത്തിലുള്ള ഇബാദത്തിന് നൽകുന്ന ആദരവും അനുഗ്രഹവും പ്രതിഫലവുമാണ് സ്വർഗത്തിൽ അള്ളാഹു അവർക്ക് അവനെ കാണിച്ചു കൊടുക്കേണ്ടത്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കാണാതെ ഇബാദത്ത് ചെയ്തവർക്കുള്ള പ്രതിഫലമാണ് അള്ളാഹുവിനെ അവർക്ക് അവൻ കാണിച്ചു കൊടുക്കുമെന്നത്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അതിനോളം വലിയ അനുഗ്രഹം മറ്റൊന്നുമില്ല. റബ്ബിനെ കാണുക എന്നതിനോളം വലിയ അനുഗ്രഹം മറ്റൊന്നുമില്ല. മുഅ്മിനുകൾ അള്ളാഹുവിനെ ഗൈബായ നിലക്ക് ഭയപ്പെടുന്നവരാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു തഫ്സീർ. രണ്ടാമത്തെ വിശദീകരണം, മുഅ്മിനുകൾ അവർ ജനങ്ങൾക്കിടയിലായാലും അല്ല ആരും കാണാത്ത നിലയിലായാലും റബ്ബിനെ ഭയപ്പെടുന്നവരാണ്. അത് മുഅ്മിനിൻ്റെ സ്വഭാവമാണ്. കാരണം അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. നോക്കൂ, ഈ നോമ്പിലുള്ള പരിശീലനം യഥാർത്ഥത്തിൽ അതാണ്. ഒരു മുഅ്മിൻ നോമ്പെടുത്തൊരു മുസ്ലിം, അവൻ തൻ്റെ വീട്ടിൽ ഒറ്റക്കായാലും അവനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് ദാഹിച്ചാൽ കുടിക്കുകയില്ല, അവൻ ഒരു വറ്റെടുത്ത് കഴിക്കുകയില്ല. എന്തുകൊണ്ടാണ്? കാരണം അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അവൻ്റെ ഈമാൻ ആണ് അവൻ അതിലേക്ക് നയിക്കുന്നത്. അവൻ തനിക്ക് തൻ്റെ കയ്യിലുള്ള, തൻ്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്താണ് ഒരാളും കാണുകയില്ല എങ്കിലും സദഖ നൽകുന്നത്. എന്തുകൊണ്ടാണ്? അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വസ്സദഖതു ബുർഹാനുൻ, സദഖ എന്ന് പറയുന്നത്, ദാനധർമ്മം എന്ന് പറയുന്നത് ബുർഹാനുൻ, അത് തെളിവാണ്, ഈമാനുണ്ട് എന്നതിനുള്ള തെളിവാണ്. ഇങ്ങനെ ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണവർ. ഒരുവൻ്റെ ളാഹിറും ബാത്തിനും, ഉള്ളും പുറവും ഒരുപോലെ ആയാൽ അത് വലിയ ഖൈറിൻ്റെ അടയാളമാണ്. അതിനും അപ്പുറത്താണ് ആളുകൾ കാണുന്ന അവൻ്റെ നിലപാടെന്താണോ അതിനേക്കാൾ നന്നാവുക അവൻ്റെ രഹസ്യമായ ജീവിതം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ റബ്ബിനെ സൂക്ഷിക്കുന്നവരാണവർ. അവർക്കുണ്ടായിരിക്കും ലഹും, അവർക്കുണ്ടായിരിക്കും മഗ്ഫിറത്തുൻ, പാപമോചനം ഉണ്ടായിരിക്കും, വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ടായിരിക്കും. നോക്കൂ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് അവൻ ആദ്യം എടുത്തു പറഞ്ഞിരിക്കുന്നു, പാപമോചനം. അള്ളാഹു പുറത്തു തരണം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. നോക്കൂ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് കഴിഞ്ഞ് വരുന്ന വേളയിൽ, തബൂക്കിൻ്റെ സന്ദർഭത്തിൽ
തബൂക്കുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുള്ള സൂറത്താണ് സൂറത്തു തൗബ. ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞത് ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു, അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ മനോഹരമായ ചില വാക്കുകൾ കാണാം. എന്താണത്? തബൂക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാനത്തെ യുദ്ധമാണ്. വലിയ പ്രയാസം സഹിച്ചാണ് അവർ തബൂക്കിലേക്ക് ചെന്നത്. കടുത്ത ചൂടായിരുന്നു, വലിയ യാത്രയായിരുന്നു. മുനാഫിഖുകൾ ധാരാളം പേർ അതുകൊണ്ട് അതിൽ പങ്കെടുക്കാതെ മാറി നിന്നു. അവസാനത്തെ യുദ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുഹാജിറുകളും അൻസാറുകളും മക്കയിലും മദീനയിലും സഹിച്ച പ്രയാസങ്ങളിൽ ഏതാണ്ട് അവസാനത്തേത്. മക്കയിൽ അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു. മദീനയിൽ വന്നിട്ടും മുശ്രിക്കുകൾ അവർക്ക് സമാധാനം നൽകിയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിലെ പോരാട്ടങ്ങൾ മദീന ചരിത്രത്തിൽ നമുക്ക് നിറഞ്ഞു കാണാം. ഇതിനെല്ലാം ഒടുവിൽ അള്ളാഹു അവരോട് പറഞ്ഞത് എന്താണ്? ലഖദ് താബല്ലാഹു അലൻ നബിയ്യി വൽ മുഹാജിരീന വൽ അൻസാർ. അള്ളാഹു നബിക്കും മുഹാജിറുകൾക്കും അൻസാറുകൾക്കും പുറത്തു കൊടുത്തിരിക്കും. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, എത്ര കാലം അള്ളാഹുവിനെ നീ ഇബാദത്ത് ചെയ്താലും, എന്തെല്ലാം കഷ്ടങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീ സഹിച്ചാലും, നീ എന്തിനാവശ്യക്കാരനാണ്? അള്ളാഹു നിനക്ക് പുറത്തു തരാൻ ആവശ്യക്കാരനാണ്. കാരണം അള്ളാഹുവിനോടുള്ള ബാധ്യത എത്ര തന്നെ ഇബാദത്തുകൾ ചെയ്താലും, എന്തു തന്നെ ത്യാഗങ്ങൾ സഹിച്ചാലും അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിനോടുള്ള ബാധ്യത അത്രയും വലുതാണ്. നിൻ്റെ റബ്ബിനോടുള്ള നിൻ്റെ ബാധ്യത അത്രയും വലുതാണ്. അതുകൊണ്ട് അള്ളാഹു പുറത്തു തരിക എന്നതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്. അതാണ് നോക്കൂ, അവർക്ക് മഗ്ഫിറത്തുണ്ട് എന്ന് അള്ളാഹു പറയുന്നു. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലമുണ്ട്. അള്ളാഹു ഒരു കാര്യം വലുത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം. വലുതെന്ന് പറയുന്നത് അക്ബറ, ഏറ്റവും വലിയവനായ റബ്ബാണ്. അതുകൊണ്ട് അത് വലിയ കാര്യം തന്നെയാണ്. വലിയ പ്രതിഫലം, സ്വർഗമാണ് ഉദ്ദേശം. അള്ളാഹുവിൻ്റെ സ്വർഗമാണ് ഉദ്ദേശം. അതിനുവേണ്ടിയാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അംബിയ നബിമാർ അതിനുവേണ്ടിയാണ് പണിയെടുത്തത്. സാലിഹുകളായ ആളുകൾ നമുക്ക് മുന്നേ കഴിഞ്ഞുപോയവർ അതിനുവേണ്ടിയാണ് അധ്വാനിച്ചത്. അതിനുവേണ്ടിയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. ശാശ്വത ജീവിതത്തിൻ്റെ സങ്കേതമാണ് അവിടെ. അവിടെ പ്രയാസങ്ങൾ ഏതുമില്ല. രോഗങ്ങളോ വാർദ്ധക്യമോ ക്ഷീണമോ ദുഃഖമോ ഒന്നുമില്ല. അവിടെ യൗവനം നശിക്കുകയില്ല. അവിടെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോവുകയില്ല. ചോദിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. കൺകുളിർമയേകുന്നതെല്ലാം. ഒരിക്കൽ പോലും അവിടെ നിന്നൊന്ന് പുറത്തേക്ക് പോകാൻ, ഒന്ന് മാറിപ്പോകാൻ അവിടെ പ്രവേശിച്ച ഒരാളും ആഗ്രഹിക്കുകയില്ല. കാരണം ഓരോ സ്വർഗവാസിയും തന്നെക്കുറിച്ച് കരുതുന്നത് ഏറ്റവും വലിയ സുഖമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. അള്ളാഹു എന്നെക്കാൾ അനുഗ്രഹം ഒരാൾക്കും നൽകിയിട്ടില്ല എന്നായിരിക്കും ചിന്തിക്കുക. ഇതാണ് അജ്റുൻ കബീർ എന്ന് പറയുന്നത്. നോക്കൂ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വഅസിറു ഖൗലകും ഔ ഇജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. വഅസിറു ഖൗലകും, വഅസിറു, നിങ്ങൾ പതുക്കെ രഹസ്യമായി പറഞ്ഞോളൂ. ഖൗലക്കും, നിങ്ങളുടെ വാക്ക്. ഔ ഇജ്ഹറു ബിഹി, അല്ലെങ്കിൽ അത് നിങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞാലും, നിങ്ങൾ രഹസ്യമായോ പരസ്യമായോ നിങ്ങളുടെ വാക്ക് പറഞ്ഞോളൂ. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, എന്തു തന്നെ ആയാലും ഇന്നഹു അലീം, അള്ളാഹു അറിയുന്നവനാണ്. ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളതെന്തോ അത്. അവനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രഹസ്യമാക്കുന്നതെല്ലാം പരസ്യമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അരികിൽ രഹസ്യമായതൊന്നുമില്ല. നീ പറയുന്നതിന് മുൻപേ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. നീ ചിന്തിക്കുന്നത്, മനസ്സിൽ ആലോചിക്കുന്നത്, നീ ആലോചിക്കുന്നതിന് മുൻപേ അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അവൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ അത് അറ്റമില്ലാത്തതാണ്. സകലതിനെയും ഉൾക്കൊള്ളുന്ന അറിവാണ് അള്ളാഹുവിൻ്റെ അറിവ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരില പോലും വീഴുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. വലാ ഹബ്ബത്തിൻ ഫി ദുലുമാത്തിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടറകളിൽ ഉള്ള ഒരു ധാന്യമണിയാകട്ടെ. വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ, ഉണങ്ങിയതോ പച്ചയോ ജീവനുള്ളതോ ചത്തതോ ആയ എന്താകട്ടെ അള്ളാഹു സകലതും അറിയുന്നു. അതുകൊണ്ട് വാക്കും പ്രവൃത്തിയും നന്നാക്കാൻ ഇതിൽ പ്രേരണയുണ്ട്. വാക്കോ പ്രവൃത്തിയോ മോശമാക്കിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീത് ഈ ആയത്തിലുണ്ട്. അള്ളാഹു അറിയുന്നു. ഒരു മുസ്ലിമിനെ ഏറ്റവും ഭയപ്പെടുത്തേണ്ട അള്ളാഹുവിൻ്റെ വിശേഷണം അള്ളാഹുവിൻ്റെ അറിവാണ് എന്നാണ്. കാരണം ആരാണിതറിയുന്നത്? നമ്മെ ഉദ്ദേശിച്ച രൂപത്തിൽ ശിക്ഷിക്കാൻ സാധിക്കുന്നവൻ, ഏറ്റവും ശക്തനായവൻ. ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്,
അവൻ്റെ ശിക്ഷ പോലെ ശിക്ഷിക്കാൻ ആരുമില്ല, അവൻ്റെ പിടുത്തം പോലെ പിടിക്കാൻ ആരുമില്ല. ആ റബ്ബാണ് അറിയുന്നത്. മാത്രമല്ല എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകിയ റബ്ബ്. ഏത് നിമിഷവും നമ്മൾ അവനിലേക്ക് ആവശ്യക്കാരാണ്. അവനാകട്ടെ നമ്മെക്കൊണ്ട് ഒരാശ്രയവും ആവശ്യമില്ലാത്തവനാണ്, ഒരാശ്രയവും വേണ്ടാത്തവനാണ് അവൻ. അവൻ്റെ നിഅമത്തുകൾ നമ്മിലേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, നമ്മുടെ തിന്മകൾ അവനിലേക്ക് കയറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് അവൻ അറിയുന്നു എന്നത് നമ്മെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. ശേഷം അള്ളാഹു പറയുന്നു, അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. അലാ യഅലമു മൻ ഖലഖ്, അലാ യഅലം അറിയുകയില്ലേ, മൻ ഖലഖ് സൃഷ്ടിച്ചവനായ അള്ളാഹു അറിയുകയില്ലേ, വഹുവൽ ലത്തീഫുൽ ഖബീർ അവൻ ലത്തീഫും ഖബീറുമാണ്. സൃഷ്ടിച്ചവനായ റബ്ബ് അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പരിപൂർണമായി അറിയുന്നവനാണ്. എല്ലാം അവൻ അറിയാതെ ഒന്നും അവരിൽ സംഭവിക്കുകയില്ല. വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ് വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഗർഭാശയങ്ങളിലുള്ളത് കൂടുന്നതും കുറയുന്നതും അള്ളാഹു അറിയുന്നു. രാത്രിയും പകലുമുള്ളത് അള്ളാഹു അറിയുന്നു. കഴിഞ്ഞതും വരാനിരിക്കുന്നതും അള്ളാഹു അറിയുന്നു. ആകാശങ്ങളിലുള്ളത്, ഭൂമിയിലുള്ളത്, ഓരോ മഴ പെയ്യുമ്പോൾ അതിലെ ഓരോ തുള്ളിയും എവിടെ പതിക്കുന്നു അള്ളാഹുവിനറിയാം. കടലിലെ നുരകളുടെ എണ്ണം അള്ളാഹുവിനറിയാം. മണൽ ചരികളുടെ എണ്ണം റബ്ബിൻ്റെ വക്കലുണ്ട്. അള്ളാഹു സകലതും അറിയുന്നു, കാരണം അവനാണ് സൃഷ്ടിച്ചവൻ, അവൻ അറിയാത്തത് യാതൊന്നുമില്ല. എന്നിട്ട് നോക്കൂ, അള്ളാഹുവിൻ്റെ 2 പേരുകൾ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു. ഒന്ന് അൽ ലത്തീഫ്, മറ്റൊന്ന് അൽ ഖബീർ. ഈ 2 പേരുകളും അലീം എന്ന പേരിൻ്റെ അർത്ഥത്തോട് അടുത്തു നിൽക്കുന്ന പേരുകളാണ്. അലീം എന്താണ്? എല്ലാം അറിയുന്നവൻ. അതുപോലെയാണ് ലത്തീഫും ഖബീറും. അള്ളാഹു റബ്ബുൽ ആലമീൻ അറിയുന്നവനാണ്, പക്ഷേ കുറച്ചുകൂടി സൂക്ഷ്മമായ, നിസാരമായ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും അറിയുന്നവൻ എന്ന പേരാണ്, എന്ന അർത്ഥമാണ് ഈ 2 പേരുകൾ സൂചിപ്പിക്കുന്നത്. ലത്തീഫ് അതുപോലെ ഖബീർ, ഈ 2 പേരുകൾ സൂക്ഷ്മമായത് അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുപോലെ ലത്തീഫ് എന്ന പേരിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ നന്മകൾ എത്തിച്ചു നൽകുന്നവനാണ്. ചിലപ്പോൾ ആ നന്മകൾ അവർക്ക് അള്ളാഹു എത്തിച്ചു നൽകുക അവർക്ക് പ്രയാസകരമായ കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ടായിരിക്കും. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാം, സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, യൂസുഫ് നബിയുടെ കഥയുടെ അവസാനത്തിൽ യൂസുഫ് അലൈഹിസ്സലാം ചെറിയ പ്രായത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടു. കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടു സഹോദരന്മാരുടെ കൈകളാൽ. പിന്നീട് ജയിലിൽ അടക്കപ്പെട്ടു. ഒടുവിൽ മസ്റിൻ്റെ ഭരണസ്ഥാനത്ത് വലിയ അധികാര പദവിയിൽ യൂസുഫ് അലൈഹിസ്സലാം എത്തിച്ചേർന്നു. അവസാനം ഉപ്പയും ഉമ്മയും സഹോദരങ്ങളുമെല്ലാം വന്ന് കുടുംബവുമായെല്ലാം വീണ്ടും ഒത്തുചേർന്ന് സന്തോഷത്തിൻ്റെ വേളയിൽ യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത് കാണാം, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ. എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് ആരും കാണാത്ത വിചാരിക്കാത്ത വഴിയിലൂടെ നടപ്പിലാക്കിയെടുക്കുന്നവനാണ്. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, വഖദ് അഹ്സന ബി ഇദ് അഖ്റജന മിന അസ്സിജ്നി വജാഅ ബികും മിനൽ ബദ്വി മിൻ ബഅദി അൻ നസഗ ശൈത്താനു ബൈനി വബൈന ഇഖ്വതി ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ. അള്ളാഹു എന്നെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ അവൻ എനിക്ക് വലിയ അനുഗ്രഹമാണ് ചൊരിഞ്ഞത്. നിങ്ങളെ മരുഭൂമിയിൽ നിന്ന് ഇവിടെ അള്ളാഹു കൊണ്ടുവന്നപ്പോഴും ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ, എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് വിചാരിക്കാത്ത വഴിയിലൂടെ, പടപ്പുകൾ വിചാരിക്കാത്ത വഴിയിലൂടെ നടപ്പിലാക്കിയെടുക്കുന്നവനാണ്. നിങ്ങൾ നോക്കൂ, ആ ചെറിയ പ്രായത്തിൽ സഹോദരങ്ങൾ ചെറിയ കുട്ടിയായ യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. യഥാർത്ഥത്തിൽ ഈ മിസ്റിൽ ഇത്രയും വലിയ അധികാര പദവിയിൽ യൂസുഫ് അലൈഹിസ്സലാം എത്തിച്ചേരാൻ അത് കാരണമായിട്ടുണ്ട്. ആ പ്രയാസം യഥാർത്ഥത്തിൽ ഈ നന്മക്ക് കാരണമായിട്ടുണ്ട്. ഗൈബ് അറിയുന്നവനായ അള്ളാഹുവിനല്ലാതെ ആർക്കാണ് ചിന്തിക്കാൻ സാധിക്കുക കിണറ്റിൽ കിടക്കുന്ന ഈ കുട്ടി നാളെ മിസ്റിൻ്റെ അധികാരത്തിൽ വരുന്ന ഒരാളായി തീരുമെന്ന്? ജയിലിൽ യൂസുഫ് അലൈഹിസ്സലാം കിടക്കുകയാണ്, ജയിലിൽ കിടക്കുകയാണ് കുറ്റവാളികളോട് കൂടെ, ഒരു കുറ്റവും ചെയ്യാതെ. യഥാർത്ഥത്തിൽ മിസ്റിലെ അധികാര പദവിയിൽ എത്തിച്ചേരാൻ ആ ജയിൽവാസം കാരണമായിട്ടുണ്ട്. യൂസുഫ് നബിയുടെ ചരിത്രം, ആ മനോഹരമായ കഥ പഠിച്ചവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ വിചാരിക്കാത്ത വഴിയിലൂടെ, ചിലപ്പോൾ നമുക്ക് പ്രയാസകരമായി തീരുന്ന കാര്യങ്ങളിലൂടെ വലിയ നന്മയിലേക്ക് നയിക്കുന്നവനാണ് റബ്ബ്. അങ്ങനെയുള്ള ലത്തീഫാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ വിധി നമുക്ക് താൽക്കാലികമായി പ്രയാസമാണെന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ അതിനു പിന്നിൽ വലിയ ഖൈറുകളുണ്ട്. കാരണം അള്ളാഹു ഹക്കീമാണ്.
അള്ളാഹു ഏറ്റവും യുക്തിയുള്ളവനാണ്. അതുകൊണ്ട് അവൻ്റെ ഏത് തീരുമാനത്തിനു പിന്നിലും ഏത് പ്രവർത്തനത്തിനു പിന്നിലും ഖൈറുണ്ട്, നന്മയുണ്ട്. ഷർറുള്ളത് എവിടെയാണ്? അത് നമ്മുടെ പ്രവർത്തനങ്ങളിലാണ്. തിന്മയുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളിലാണ്. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ദുരന്ത ഫലം ഒരു പക്ഷേ നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കും. അതുകൊണ്ടാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്കിലുള്ളത്, ലാ യർജുവന്ന അഹദുൻ ഇല്ലാ റബ്ബഹ് വലാ യഖാഫന്ന ഇല്ലാ ദംബഹ്. നിങ്ങളിൽ ഒരാളും അവൻ്റെ റബ്ബിലല്ലാതെ പ്രതീക്ഷ വെക്കണ്ട, തൻ്റെ തിന്മകളെയല്ലാതെ പേടിക്കും വേണ്ട. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായ വാക്കാണ്. നീ പ്രതീക്ഷ വെക്കുന്ന നിൻ്റെ റബ്ബിൽ പ്രതീക്ഷ വെച്ചുകൊള്ളുക. നിൻ്റെ സാമർഥ്യത്തിൽ ഒരാളിലും അല്ല, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. പേടിക്കുന്നോ നിൻ്റെ തിന്മകളാണ് നീ പേടിക്കേണ്ട. അതിൻ്റെ ദുരന്തര ഫലമേ നീ അനുഭവിക്കേണ്ടി വരും. അല്ലാതെ അള്ളാഹു നിന്നോട് അനീതി ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരിക്കലും ചെയ്യുകയില്ല. അള്ളാഹു നിനക്ക് നീ നന്മകൾ ചെയ്യവേ തിന്മ വരുത്തി വെക്കുമെന്നാണോ? ഒരിക്കലുമില്ല. നിൻ്റെ നീയത്തും നിൻ്റെ പ്രവർത്തനവും വാക്കും പ്രവൃത്തിയും നന്നായോ അള്ളാഹു ഖൈർ വരുത്തും. താൽക്കാലികമായി എന്തെങ്കിലും ഷർറ് നമുക്ക് അനുഭവപ്പെട്ടാലും അത് അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ പേരുകളെക്കുറിച്ച് പഠിക്കുക, അറിയുക എന്നതിനോളം ശ്രേഷ്ഠമായ മറ്റൊരു വിജ്ഞാനവുമില്ല, മറ്റൊരു അറിവും ഇല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുന്നു, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഹുവല്ലദീ, അള്ളാഹു അവനാണ്, ജഅല ലക്കും നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നത്, അൽ അർദ ഭൂമിയെ, ദലൂലൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ, അനുസരണയുള്ള രൂപത്തിലാക്കി തന്നത്. ഫംശൂ അതുകൊണ്ട് നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക, നിങ്ങൾ നടന്നുകൊള്ളുക. ഫി മനാകിബിഹ അതിൻ്റെ വശങ്ങളിലൂടെ, അതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. വകുലു നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. മിൻ റിസ്ഖിഹി അള്ളാഹുവിൻ്റെ റിസ്ഖിൽ നിന്ന്, അവൻ്റെ ഉപജീവനത്തിൽ നിന്ന്. വ ഇലൈഹിൻ നുശൂർ അവനിലേക്കാണ്, അള്ളാഹുവിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ്. നോക്കൂ, ഈ ആയത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയെ നമുക്ക് സൗകര്യപ്പെടുത്തി തന്നതിനെക്കുറിച്ച് പറയുകയാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭൂമിയെ നിങ്ങൾക്ക് സൗകര്യം ആകുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഒതുങ്ങുന്നതാക്കി തന്നത്. ഈ ഭൂമിയുടെ കാര്യം അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ ഭൂമിയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അള്ളാഹു അതിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത്, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതിലേക്കാണ് അവൻ്റെ തിരിച്ചുപോക്ക്. ഈ ഭൂമിയിൽ ജീവനുള്ളവർക്ക് അതിൻ്റെ മുകളിൽ വസിക്കാം, മരിച്ചുപോയവർക്ക് അതിനകത്തും. അഥവാ നമ്മിൽ ജീവനുള്ളവർ ഇതിനു മുകളിൽ ജീവിക്കുന്നു. മരണപ്പെട്ട ആളുകളെ ഈ ഭൂമിക്കടിയിൽ തന്നെ നമ്മൾ ഖബറടക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഭൂമിയെക്കുറിച്ച് പറഞ്ഞതുപോലെ അത് നാം കിഫാറ്റൻ, അത് അള്ളാഹു അതിനെ വിശേഷിപ്പിച്ചത് കാണാം. അലം നജഅലിൽ അർദ കിഫാറ്റൻ അഹ്യാഅൻ വ അംവാതൻ, ഭൂമിയെ നാം ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഒതുങ്ങുന്നതാക്കി തന്നില്ലേ എന്നർത്ഥത്തിൽ. നോക്കൂ, ഈ ഭൂമിയുടെ ബറക്കത്തുകളിൽ അത്ഭുതകരമായ കാര്യമാണ്. ഭൂമിയിൽ ഒരു ചെറിയൊരു ധാന്യമാണ് നീ നട്ട് പിടിപ്പിക്കുന്നത്, പക്ഷെ അതിലൂടെ ലഭിക്കുന്നത് എണ്ണമറ്റ ഇരട്ടിയായ ധാന്യങ്ങളാണ്. ഭൂമിയുടെ ബറക്കത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയിൽ നമ്മൾ ഈ ഭൂമി പുറത്തുള്ള മോശമായതും കേടുവന്നതും ഒക്കെ അതിൽ കുഴിച്ചിടുന്നു. എന്നാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാകട്ടെ ഏറ്റവും ഉപകാരമുള്ളതും ഏറ്റവും ഭംഗിയുള്ളതും ഏറെ മനോഹരവുമായ കാര്യങ്ങളാണ്. അള്ളാഹു പറഞ്ഞതുപോലെ പല നിറങ്ങളിലുള്ള പല രുചികളിലുള്ള പഴങ്ങൾ, പക്ഷെ ഒരേ വെള്ളമാണ് എല്ലാത്തിനും നൽകപ്പെടുന്നത്. ഒരേ വെള്ളം കൊണ്ടാണ് എല്ലാത്തിനും പോഷണം ലഭിക്കുന്നത്. ഒരേ ഭൂമിയിലാണ് ഇതെല്ലാം മുളക്കുന്നത്. അള്ളാഹു അത്ഭുതകരമായ രൂപത്തിൽ ഇതിനെ സംവിധാനിച്ചിരിക്കുന്നു. ഇതിലൂടെ ചവിട്ടി നടന്നു പോകുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ അതിന് ഉള്ളിലേക്ക് താഴ്ന്നു പോകുന്നില്ല. അതുപോലെ ഇതിനു മുകളിൽ കെട്ടിടങ്ങൾ പടുത്തുയർത്താൻ സാധിക്കുന്നു. ഉന്നതമായ എത്രയോ നിലകളുള്ള കെട്ടിടങ്ങൾ അതവിടെ നിൽക്കുന്നു, താഴ്ന്നു പോകുന്നില്ല. അതേ ഭൂമി തന്നെ കുഴിച്ച് അതിനുള്ളിൽ കുടിയെടുക്കേണ്ട ആവശ്യം വന്നാൽ, വല്ലതും കുഴിച്ചിടേണ്ട ആവശ്യം വന്നാൽ അത് കുഴിക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ ഒരേ ഭൂമിയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഈ രൂപത്തിൽ അതിനെ സംവിധാനിച്ചിരിക്കുന്നു.
എന്നിട്ട് അള്ളാഹു അതിൻ്റെ വശങ്ങളിലൂടെ സഞ്ചരിച്ചോളൂ എന്ന് പറയുന്നു. എന്തിനു വേണ്ടി? റിസ്ക്കിനു വേണ്ടി. റിസ്ക് അന്വേഷിക്കാൻ, അത് തേടാൻ ഉള്ള ജോലികൾ, കച്ചവടങ്ങൾ അനുവദനീയമാണ്. അങ്ങനെ ചെയ്യുക എന്നത് തവക്കുലിന് എതിരല്ല, മറിച്ച് ഓരോരുത്തർക്കും അള്ളാഹു റബ്ബുൽ ആലമീൻ റിസ്ക് അന്വേഷിക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു. എന്നാൽ നോക്കൂ, നിങ്ങൾ ആ റിസ്ക് അന്വേഷിച്ച് നിങ്ങൾ പൊയ്ക്കോളൂ. വക്കുലൂബ് റിസ്ക്, അള്ളാഹുവിൻ്റെ റിസ്ക്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്നാണ് റബ്ബ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരാൾ എത്ര തന്നെ മെനക്കെട്ടാലും എത്ര തന്നെ അധ്വാനിച്ചാലും ശരി, അള്ളാഹു ഉദ്ദേശിച്ച റിസ്ക് അല്ലാതെ അവന് ലഭിക്കുകയില്ല. അതുകൊണ്ട് അത് തേടുക, അന്വേഷിക്കുക, അതിനുവേണ്ടി പണിയെടുക്കുക. പക്ഷേ ഹൃദയം അള്ളാഹുൽ മാത്രം അവലംബിക്കുക. ഹൃദയം അള്ളാഹുൽ മാത്രം. ഹൃദയം നിൻ്റെ ജോലിയിലോ കച്ചവടത്തിലോ നിൻ്റെ മുതലാളിയിലോ ഒന്നും അവലംബിച്ചുകൂടാ. ഹൃദയം അള്ളാഹുൽ മാത്രം. അതാണ് യഥാർത്ഥ തവക്കുൽ. അതാണ് തവക്കുൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷികളെ കുറിച്ച് പറഞ്ഞതുപോലെ, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു അത്വയ്റു തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനൻ. നിങ്ങൾ അള്ളാഹുൽ യഥാർത്ഥ ഭരമേൽപ്പിച്ചാൽ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതാണ്. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനൻ. പക്ഷികൾ വയറൊട്ടിയവരായി പുറത്തേക്ക് പോകുന്നു, വയറ് നിറഞ്ഞ് തിരിച്ചു വരുന്നു. ആ ഉദാഹരണം നോക്കൂ നിങ്ങൾ. അവർ പുറത്തേക്ക് സഞ്ചരിക്കുന്നു, അള്ളാഹുവിൻ്റെ റിസ്ക് തേടിപ്പോകുന്നു, പണിയെടുക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് റിസ്ക് നൽകുന്നു. എന്നതുപോലെ പണിയെടുക്കുക, അധ്വാനിക്കുക. പക്ഷേ ഹൃദയം അള്ളാഹുൽ മാത്രം അവലംബിക്കുക. ഈ ആയത്തിൻ്റെ അവസാനം റബ്ബ് പറഞ്ഞത് നോക്കൂ, വഇലൈഹിൻ നുശൂർ. അള്ളാഹുവിലേക്ക്, അവനിലേക്ക് മാത്രമാണ് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലൂടെയുള്ള സഞ്ചാരങ്ങളും റിസ്ക് തേടിയുള്ള അന്വേഷണവും ഇവിടെയുള്ള ജീവിതവും ഒന്നും തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് നിങ്ങളെ മറപ്പിച്ച് കളയരുത്. ഒടുക്കം അവിടേക്കാണ്, ഒടുക്കം റബ്ബിലേക്കാണ്. ഇവിടെയുള്ള ഒന്നും തന്നെ ശാശ്വതമല്ല. ഇവിടെയുള്ള യാത്ര പരലോകത്തേക്കുള്ള യാത്രയെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് വാഹനപ്പുറത്ത് കയറിയാൽ നമ്മൾ പറയുന്നു വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് തിരിച്ചു പോകുന്നവരാണ്, അള്ളാഹുലേക്ക് തിരിച്ചു പോകുന്നവരാണ്. വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ദുനിയാവിൽ അള്ളാഹു നൽകിയ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റബ്ബ് പറഞ്ഞത് കാണാം, വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രം അതാണ് ഖൈർ. ദുനിയാവിലെ നോക്കൂ, ദുനിയാവിലെ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ യഥാർത്ഥ ന്യൂനതകൾ മറക്കാനുള്ള തഖ്വയാകുന്ന വസ്ത്രത്തെക്കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തി. ദുനിയാവിലെ വാഹനപ്പുറത്തുള്ള യാത്രയിൽ അതാ യഥാർത്ഥ ജീവിതയാത്രയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലുണ്ട്. എന്നതുപോലെ നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല റിസ്ക് തേടിയുള്ള അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു. പൊയ്ക്കോളൂ, നിങ്ങൾ അന്വേഷിച്ചോളൂ, അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന് ഭക്ഷിച്ചോളൂ. വഇലൈഹിൻ നുശൂർ, അവനിലേക്കാണ് മടക്കം. അതൊരിക്കലും മറക്കാതിരിക്കുക. നോക്കൂ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, അഅമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ അം അമിൻതും മൻ ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. ഈ രണ്ടായത്തുകൾ അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ രണ്ടായത്തുകളിലും ആവർത്തിച്ചൊരു കാര്യം, മുകളിലുള്ളവൻ, ആകാശങ്ങൾക്ക് മേലെ ഉള്ളവനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ എന്ന ചോദ്യമാണ്. അഅമിൻതും മൻ ഫിസ്സമാ അം അമിൻതും മൻ ഫിസ്സമാ. ആകാശങ്ങൾക്ക് മുകളിലുള്ള, ഉപരിയിലുള്ള റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ? അൻ യഖ്സിഫ ബികുമുൽ അർദ്, ഭൂമിയിൽ അവൻ നിങ്ങളെ ആഴ്ത്തിക്കളയുമെന്നതിനെ കുറിച്ച്. ഫഇദാ ഹിയ തമൂർ, അപ്പോൾ ആ ഭൂമി ഇളകിക്കൊണ്ടിരിക്കും. അം അമിൻതും, അതല്ല നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ, നിങ്ങൾക്ക് പേടിയില്ലേ? മൻ ഫിസ്സമാ, സമായിലുള്ളവനെ കുറിച്ച് അഥവാ മുകളിലുള്ളവനെ കുറിച്ച്. അൻ യുർസില അലൈക്കും, അവൻ നിങ്ങളുടെ മേൽ അയക്കുന്നതിനെക്കുറിച്ച്. ഹാസിബൻ, ഹാസിബ് എന്നാൽ ചരൽ വർഷമാണ്, കല്ലുമഴയാണ്. ഫസതഅലമൂന, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കൈഫ നദീർ, എങ്ങനെയായിരുന്നു താക്കീതെന്ന്, അള്ളാഹുവിൻ്റെ താക്കീത് എങ്ങനെയായിരുന്നു എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ദീനിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നവർക്കുള്ള ശക്തമായ താക്കീതുകളാണ് ഈ ആയത്തുകളിലുള്ളത്. അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഒരിക്കലും നിർഭയരായിരിക്കുക പാടില്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്ന, അവൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്ന മുഅ്മിനുകളായിരിക്കണം നമ്മൾ. മറ്റൊരു സുപ്രധാനമായ പാഠം ഈ ആയത്തിലുള്ളത്, ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ ഉലൂവിനെ അറിയിക്കുന്ന ആയത്തുകളാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ സൃഷ്ടികൾക്കെല്ലാം മേലെ ഉള്ളവനാണ് എന്ന ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസം പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. 2 ആയത്തിലും അള്ളാഹു ആവർത്തിച്ചത് റബ്ബിനെ കുറിച്ച് എന്താണ്? മൻ ഫിസ്സമാ, മുകളിലുള്ളവൻ, ആകാശങ്ങൾക്ക് മേലെ ഉള്ളവൻ, ഉപരിയിലുള്ളവൻ
ഇത് പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ല, മുഴുവൻ അംബിയാവും പഠിപ്പിച്ച, മുഴുവൻ നബിമാരും പഠിപ്പിച്ച, അള്ളാഹുവിൻ്റെ മുഴുവൻ കിതാബുകളും പഠിപ്പിച്ച, മുസ്ലിമീങ്ങളുടെ മുൻഗാമികളുടെ മുഴുവൻ വിശ്വാസമായ, മനുഷ്യരെ മുഴുവൻ അള്ളാഹു ഏതൊരു ശുദ്ധ പ്രകൃതിയിൽ നിശ്ചയിച്ചുവോ ആ വിശ്വാസമാണ്. എന്ത്? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പടപ്പുകൾക്ക് മുകളിൽ 7 ആകാശങ്ങൾക്ക് മേലെ ഉള്ളവനാണ് എന്ന വിശ്വാസം. അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അതല്ലാത്ത പിഴച്ച വിശ്വാസങ്ങൾ പലതുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിൽ പലതും അത്തരത്തിലുള്ളത് പ്രചരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അള്ളാഹു എല്ലായിടത്തുമുള്ളവനാണ് എന്ന വിശ്വാസം. തൂണിലും തുരുമ്പിലുമൊക്കെ ദൈവമുണ്ട് എന്ന ഇസ്ലാമിന് പുറത്തുള്ളവരുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ അത്. ഇത് ശരിയല്ല. മറിച്ച് അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്. എന്നാൽ റബ്ബിൻ്റെ അറിവ്, അവൻ്റെ കഴിവ് അത് എല്ലായിടത്തുമുണ്ട്. അള്ളാഹു എല്ലായിടത്തുമുള്ളത് അറിയുന്നു. എവിടെയും എന്തും ചെയ്യാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് സാധിക്കും. അതേസമയം അള്ളാഹു എവിടെയാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? ഫിസ്സമാ, അവൻ മുകളിലാണ്, 7 ആകാശങ്ങൾക്ക് മേലെയാണുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു മുകളിലാണ് എന്ന് പറഞ്ഞാൽ 3 നിലക്ക് അള്ളാഹു മുകളിലുള്ളവനാണ്. ഒന്ന്, അള്ളാഹു 7 ആകാശങ്ങൾക്ക് മേലെയാണ്. അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ 7 ആകാശങ്ങൾക്ക് മേലെയാണ്. 2, അള്ളാഹു അവൻ്റെ സ്ഥാനം കൊണ്ട് സകല പടപ്പുകൾക്കും മുകളിലുള്ളവനാണ്. അവനേക്കാൾ മുകളിൽ സ്ഥാനം ഒരാൾക്കും തന്നെ ഇല്ല. അതുപോലെ അള്ളാഹു പടപ്പുകളെല്ലാം അടക്കി ഭരിക്കുന്നവനാണ്. ആ അർത്ഥത്തിൽ അവൻ പടപ്പുകൾക്ക് മേലെയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പടപ്പുകളെ അടക്കി ഭരിക്കുന്നവനാണ്. പടപ്പുകളെക്കാളെല്ലാം മുകളിൽ സ്ഥാനമുള്ളവനാണ്. ഇത് തർക്കമില്ല. പിഴച്ച ഇസ്ലാമിലേക്ക് ചേർത്തി പറയുന്ന പിഴച്ച കക്ഷികളും അഹ്ലുസുന്നത്തും തമ്മിൽ ഇതിൽ തർക്കമില്ല. തർക്കം എവിടെയാണ്? തർക്കം അള്ളാഹു എവിടെ, അവൻ മുകളിലാണ് എന്ന് പറയുന്നിടത്ത് ചില പിഴച്ച കക്ഷികൾ പറയും അങ്ങനെ പറഞ്ഞുകൂടാ എന്ന്. അങ്ങനെയല്ല. ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിറയെ വന്നിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ മാത്രം 1000-ലധികം തെളിവുകൾ ഇതിനുണ്ട് എന്നാണ്. പല രൂപത്തിലുള്ള തെളിവുകൾ. അതിലൊന്ന് നോക്കൂ, അള്ളാഹു അവൻ്റെ ഫൗഖിയത്ത്, ഫൗഖ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുകളിൽ, അള്ളാഹു മുകളിലുള്ളവനാണ് എന്ന് സൂചിപ്പിച്ച പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. ഉദാഹരണത്തിന് വഹുവൽ ഖാഹിറു ഫൗഖ ഇബാദിഹ്, അവൻ്റെ പടപ്പുകൾക്ക് മുകളിൽ അവരെ അടക്കി ഭരിക്കുന്നവനാണ്. അതുപോലെ മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവരവരുടെ മുകളിലുള്ള റബ്ബിനെ ഭയപ്പെടുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു യഹൂദികളുടെ കാര്യത്തിൽ ഖൈബറിലെ ബനു ഖുറൈള ഗോത്രക്കാരായ യഹൂദികളുടെ കാര്യത്തിൽ സഅദ് വിധി പറഞ്ഞു. സഅദിനെ ആയിരുന്നു അവർക്കിടയിൽ വിധി പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. അവരുടെ ശിക്ഷയുടെ കാര്യത്തിൽ വിധി പറഞ്ഞത് സഅദായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദിനോട് പറഞ്ഞു ലഖദ് ഹകംത ഫീഹിം ബിഹുക്മില്ലാഹി അല്ലദീ ഹകമ ബിഹി ഫൗഖ 7 സമാവാത്ത്. 7 ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹു വിധിച്ച വിധി എന്താണോ അതാണ് താങ്കൾ അവർക്കിടയിൽ വിധിച്ചിട്ടുള്ളത്. നോക്കൂ, ഈ രൂപത്തിലുള്ള അള്ളാഹു മുകളിലുള്ളവനാണ്. ഫൗഖ്, അവൻ്റെ ഫൗഖിയത്ത് സൂചിപ്പിക്കുന്ന തെളിവുകൾ. അതുപോലെ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ കയറിപ്പോകുന്നു, ഉയർന്നു പൊങ്ങുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുള്ള ഖുർആനിലെ ആയത്തുകൾ. ഖുർആനിൽ നോക്കൂ, അള്ളാഹു പറഞ്ഞ സൂറത്തു സജ്ദയിൽ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദി സുമ്മ യഅ്റുജു ഇലൈഹി, അള്ളാഹു അവനാണ് മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നത്. സുമ്മ യഅ്റുജു ഇലൈഹി, പിന്നെ അവനിലേക്ക് കയറിപ്പോകുന്നു. മിനല്ലാഹി ദിൽ മആരിജ് തഅ്റുജുൽ മലായികതു വറൂഹു ഇലൈഹി, സൂറത്തുൽ മആരിജിൽ അള്ളാഹു പറഞ്ഞു അവനിലേക്ക് മലക്കുകളും ജിബ്രീലും കയറിപ്പോകും. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സ്സാലിഹു യർഫഉഹു, അവനിലേക്കാണ് നല്ല വാക്കുകൾ കയറിപ്പോകുന്നത്, നല്ല പ്രവർത്തനങ്ങളെ ഉയർത്തുന്നു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മൻ തസദ്ദഖ ബിഇദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ ത്വയ്യിബ് വലാ യസ്അദു ഇലല്ലാഹി ഇല്ല ത്വയ്യിബ്, ആരാണോ നല്ല സമ്പാദ്യം കൊണ്ട് ഒരു കാരക്ക ദാനം ചെയ്തത്, നല്ല സമ്പാദ്യം അല്ലാതെ നല്ലതല്ലാതെ അള്ളാഹുവിലേക്ക് കയറിപ്പോവുകയില്ല. റബ്ബത് അവൻ്റെ വലതുകരം കൊണ്ട് സ്വീകരിക്കും, എന്നിട്ട് അതിനെ വളർത്തും. നിങ്ങളിൽ ഒരാൾ തൻ്റെ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ നാളെ പരലോകത്ത് അത് ഒരു ജബൽ ഉഹദ് പോലെ, ഉഹദ് പർവ്വതം പോലെ ആയിത്തീരും.
ഒരു കാരക്ക നല്ല സമ്പാദ്യത്തിൽ നല്ല നീയത്തിൽ ഒരാൾ സദഖ നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിലേക്ക് നല്ലതല്ലാതെ കയറിപ്പോവുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു എന്തു പറഞ്ഞത്? അവൻ്റെ ചില പടപ്പുകൾ അവനിലേക്ക് അവൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞത്. ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ബർ റഫഅഹു അല്ലാഹു ഇലൈഹി, അള്ളാഹു അവനിലേക്ക് ഈസാ നബിയെ ഉയർത്തുകയുണ്ടായി. ഇന്നി മുതവഫീക വറാഫിഉക ഇലൈ, ഈസ താങ്കളെ നാം ഏറ്റെടുക്കുന്നു, എന്നിലേക്ക് ഞാൻ താങ്കളെ ഉയർത്തുന്നു. വറാഫിഉക ഇലയ്യ. നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചു, താഴേക്കിറക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തൻസീലുൽ കിതാബ്. എന്താണ് തൻസീലുൽ കിതാബ്? കിതാബ് താഴേക്കിറക്കുകയുണ്ടായി. നസ്സല അലൈക്കൽ കിതാബ്, ഓ നബിയെ താങ്കൾക്ക് അവൻ കിതാബ് ഇറക്കി തരികയുണ്ടായി. ഇങ്ങനെ ധാരാളക്കണക്കിന് തെളിവുകൾ. അതുപോലെ ഇപ്പോൾ നമ്മൾ പഠിച്ച ആയത്തിലുള്ളതുപോലെ അള്ളാഹു സമായിലാണ് എന്ന് സ്പഷ്ടമായി പറയുന്ന ആയത്തുകൾ. സഹീഹ് മുസ്ലിമിലെ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. മുആവിയ ഇബ്നുൽ ഹകം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അദ്ദേഹം തൻ്റെ ഒരു അടിമ സ്ത്രീയെ അടിക്കുകയുണ്ടായി. എന്നിട്ട് പരിഹാരത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു, ചെയ്തു പോയതിൽ കുറ്റബോധവുമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായ പെണ്ണിനോട് 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്, അവർ യഥാർത്ഥ വിശ്വാസിയാണോ മുഅ്മിനത്താണോ എന്ന് മനസ്സിലാക്കാൻ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഐന അല്ലാഹ്, എവിടെയാണ് അല്ലാഹു? രണ്ടാമത്തെ ചോദ്യം മൻ അന, ഞാൻ ആരാണ്? രണ്ടിനും ആ പാവപ്പെട്ട സ്ത്രീ എന്തു മറുപടി പറഞ്ഞു? ഐന അല്ലാഹ് എന്ന ചോദ്യത്തിന് അല്ലാഹു ഫിസ്സമാ, അല്ലാഹു മുകളിലുള്ളവനാണ്. വഅൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവരെ മോചിപ്പിക്കുക, അവർ മുഅ്മിനത്തായ ഒരു പെണ്ണാണ്. അതുപോലെ നമ്മളെല്ലാം എത്രയോ തവണ കേട്ടിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ മുകളിലുള്ളവൻ, ആകാശങ്ങൾക്ക് മേലെ ഉള്ളവൻ നിങ്ങളോട് കരുണ ചൊരിയും. ഇതുപോലെ കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക. എന്തുകൊണ്ടാണ്? അള്ളാഹു ആകാശങ്ങൾക്ക് മേലെയാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. റബ്ബക്കും തബാറക വതആല ഹയ്യുൻ കരീം, നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനാണ്, അവൻ ഏറ്റവും ഉദാരനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി യറുദ്ദഹുമാ സിഫറാ, തൻ്റെ അടിമ തന്നിലേക്ക് 2 കരങ്ങൾ ഉയർത്തിയാൽ, തന്നിലേക്ക് 2 കരങ്ങൾ ഉയർത്തിയാൽ അതൊന്നും കൊടുക്കാതെ ശൂന്യമായി മടക്കുവാൻ അള്ളാഹു ലജ്ജിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ തവണ നബിയുടെ ഹദീസുകളിൽ അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ഉയർത്തി ചൂണ്ടിക്കാണിച്ചത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹു മുകളിലുള്ളവനാണ് എന്നതിന് നബിയുടെ വാക്കു തെളിവാണ്, പ്രവൃത്തി തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദങ്ങൾ, നബിയുടെ സദസ്സിൽ പലരും സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാന പ്രസംഗങ്ങളിലൊന്നിൽ ഞാൻ നിങ്ങൾക്ക് ഈ ദീൻ എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിച്ചു. ജനങ്ങളെല്ലാം എത്തിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ മുകളിലേക്ക് ഉയർത്തുന്നു, ജനങ്ങളിലേക്ക് താഴ്ത്തുന്നു, എന്നിട്ട് പറയും അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ. മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം പഴയകാല നബിമാർ എല്ലാം പഠിപ്പിച്ചത് അതാണ്. ഫിറഔൻ എന്തു പറഞ്ഞത്? ഹാമാനോട് പറഞ്ഞു യാ ഹാമാൻ ഉബ്നി ലി സർഹൻ ലഅല്ലി അത്തലിഉ, ഓ ഹാമാൻ നീ എനിക്ക് ഏണി പണിതു തരൂ. ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, യാ ഹാമാൻ ഉബ്നി ലി സർഹൻ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ്, നീ എനിക്ക് വലിയൊരു കെട്ടിടം പണിതു തരൂ, ഞാൻ വഴി നോക്കട്ടെ, മുകളിലേക്കുള്ള വഴി, അസ്ബാബ് സമാവാത്ത്, ആകാശങ്ങളിലേക്ക് എത്താനുള്ള വഴി ഞാൻ നോക്കട്ടെ. എന്തിനു വേണ്ടിയാണ്? ഫഅത്തലിഅ ഇലാ ഇലാഹി മൂസ, മൂസായുടെ ഇലാഹിനെ ഞാൻ അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. വഇന്നീ ലഅദുന്നുഹു കാദിബൻ, മൂസ കളവ് പറയുന്നവനാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മൂസ അലൈഹിസ്സലാം ഫിറഔന് പരിചയപ്പെടുത്തി കൊടുത്ത റബ്ബ് എവിടെയുള്ള റബ്ബാണ്? ആകാശങ്ങൾക്ക് മേലെയുള്ള റബ്ബാണ്. ഇതാണ് അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസം. നമ്മുടെ ഇമാമുമാർ, മുൻഗാമി സഹാബത്തും താബിഈങ്ങളും എല്ലാം വിശ്വസിച്ചത് ഈ വിശ്വാസമാണ്. അവർക്കിതല്ലാത്തൊരു വിശ്വാസം അറിയില്ല. ഈ വിശ്വാസത്തിനെതിരായി പറയുന്നവരെ പിഴച്ചവരായിട്ടാണ് അവർ കണ്ടിരുന്നത്, ഇസ്ലാമിന് പുറത്തായിട്ടാണ് അവർ കണ്ടിരുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവർ, ഇത് മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ള വിശ്വാസമാണ്, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഏതൊരാളും അള്ളാഹുവിലേക്ക് അവൻ്റെ ഹൃദയം തിരിയുമ്പോൾ, അള്ളാഹുവിലേക്ക് അവൻ കേണു മടങ്ങുമ്പോൾ എല്ലാം അവൻ്റെ ഹൃദയം മുകളിലേക്കാണ് തിരിയുക. മൃഗങ്ങൾ പോലും ചില സന്ദർഭങ്ങളിൽ അവർ പോലും മുകളിലേക്ക്
റബ്ബിലേക്ക് തിരിയുമ്പോൾ മുകളിലേക്ക് തിരിയുമെന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പല ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞത് കാണാം. അതുകൊണ്ടാണ് ഒന്നും ഇതുപോലുള്ള ചില ആളുകൾ പഠിപ്പിക്കുന്ന തെറ്റായ വിശ്വാസങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്ത ചെറിയ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഒന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത, മോശമായതൊന്നും പഠിച്ചിട്ടില്ലാത്ത, നിങ്ങൾ നേരത്തെ അള്ളാഹു എവിടെയാണുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കാത്ത ചെറിയ മക്കളോട് പോയി ചോദിച്ചു നോക്കൂ, അള്ളാഹു എവിടെയാണ്? കുട്ടികൾ പറയും മുകളിലാണ്, അല്ലെങ്കിൽ ആകാശം, അല്ലെങ്കിൽ അവർ കൈ മുകളിലേക്ക് ചൂണ്ടും. മുസ്ലിമീങ്ങളുടെ കുട്ടികളും അല്ലാത്തവരുടെ കുട്ടികളും, ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ. മുസ്ലിമീങ്ങളുടെ കുട്ടികളും അല്ലാത്തവരുടെ കുട്ടികളും അവരോട് ചോദിച്ചു നോക്കൂ, അവർ റബ്ബിനെ കുറിച്ച് പറയാറുള്ള ഭാഷയിൽ എവിടെയാണ് ദൈവം പോലെയുള്ള രൂപത്തിൽ ചോദിച്ചു നോക്കൂ, മുകളിലാണെന്ന് പറയും, അല്ലെങ്കിൽ മുകളിലേക്ക് വിരൽ. ഇത് മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് പഠിച്ചിട്ടില്ലാത്ത ആളുകളും പറയും ചില സന്ദർഭം, മുകളിലൊരുത്തൻ കാണുന്നുണ്ട് എന്ന കാര്യം ഓർമ്മ വേണം. ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. നമ്മൾ കിതാബിലും സുന്നത്തിലും അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതെന്താണ്? അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിന് മുകളിലാണ്, അവൻ്റെ മഹാസിംഹാസനത്തിന് മുകളിലാണ്. അത് കിതാബിലൂടെയും സുന്നത്തിലൂടെയും മാത്രം കിട്ടിയ വിജ്ഞാനമാണ്. മനസ്സിലായില്ല? അത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും വന്നു കിട്ടിയ സമഈയായ ദലീലാണ്. തെളിവുകൾ 2 ഇനമുണ്ട്. ഒന്ന് ദലീൽ അഖ്ലി, മറ്റൊന്ന് ദലീൽ സമഈ. ദലീൽ അഖ്ലി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെയുള്ള, അവൻ്റെ ബുദ്ധിയിൽ തന്നെ ഉള്ള തെളിവാണത്. മറ്റൊന്ന് ദലീൽ സമഈ, കിതാബിലൂടെയും സുന്നത്തിലൂടെയും മാത്രം ലഭിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതി ഇതാണ്. അതുകൊണ്ടാണ് ഇതിന് ഈ വിരുദ്ധമായ വിശ്വാസം പഠിപ്പിക്കുന്ന ഒരു കൂട്ടർ, ഒരു പിഴച്ച കക്ഷി, അവരുടെ വലിയ മുഫ്തിയായ ഒരാൾ, ഒരു രാജ്യത്തിൻ്റെ മുഫ്തിയൊക്കെയാണ്, അയാൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടി വിയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സംപ്രേഷണം ചെയ്യുന്നു. അപ്പോൾ ആ സ്ക്രീനിൽ ചെവി കേൾക്കാത്ത ആളുകൾക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ആംഗ്യഭാഷയിലൂടെ ഒരാൾ കാണിച്ചു കൊടുക്കുന്നു. ഈ പ്രസംഗിക്കുന്ന മുഫ്തിയാകട്ടെ അള്ളാഹു മുകളിലുള്ളവനാണ് എന്നതിനെ നിഷേധിക്കുന്ന, അതിനെതിരിൽ ശക്തമായി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഇദ്ദേഹം അള്ളാഹു എന്ന് എപ്പോൾ പറയുന്നു അപ്പോഴൊക്കെ ആംഗ്യഭാഷക്കാരൻ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു എന്ന് സൂചിപ്പിക്കാൻ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. കാരണം അത് മനുഷ്യരുടെ എല്ലാം ശുദ്ധ പ്രകൃതിയിലുള്ള കാര്യമാണ്. ഇസ്ലാമിൻ്റെ വിശ്വാസം അതാണ്. ഇതിനെതിരായ തെറ്റായ വിശ്വാസങ്ങളും വ്യാഖ്യാനങ്ങളും നിങ്ങൾ കേട്ടാൽ മനസ്സിലാക്കുക, അതെല്ലാം പിഴച്ച വിശ്വാസങ്ങളാണ്. നമ്മുടെ നാട്ടിലെ അശാരി മദ്ഹബി പിൻപറ്റുന്ന ആളുകൾ ഇതിനെതിര് പഠിപ്പിക്കുന്നവരാണ്. അവർ ചില സന്ദർഭങ്ങളിൽ നബിദിനത്തിനും മറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല വാക്കുകളും മറ്റും നാടുകളിൽ എഴുതി ഒട്ടിച്ച കൂട്ടത്തിൽ യർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ എന്ന ഹദീസിൻ്റെ അർത്ഥം എഴുതി ഒട്ടിച്ചപ്പോൾ എന്താണ് എഴുതിയത്? യർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക. യർഹംകും മൻ ഫിസ് സമാ, ആകാശാധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. നോക്കൂ നിങ്ങൾ, ദുർവ്യാഖ്യാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അർത്ഥം മാറ്റിക്കളയുക. ആകാശാധിപൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിൻ്റെ ഉടമസ്ഥനായ റബ്ബ്, ആകാശത്തിലുള്ളവൻ, ആകാശത്തിന് മുകളിലുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അർത്ഥം മാറ്റുകയാണ്. ശരി, അപ്പോൾ ഭൂമിയുടേതോ? യർഹമു മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എങ്കിൽ ആകാശാധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ ഭൂമിയുടെ അധിപനല്ലേ റബ്ബ്? ഇവർ പറയുന്ന ഭാഷയിൽ അവിടെ ഏറ്റവും യോജിക്കുക എന്താണ്? ഭൂമിയുടെ ആകാശത്തിൻ്റെയും അധിപനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. അല്ല, ഇത് അർത്ഥം മാറ്റുകയാണ്. ആകാശത്തിലുള്ളവൻ അല്ലെങ്കിൽ ആകാശത്തിന് മുകളിലുള്ളവൻ എന്ന് പറഞ്ഞുകൂടാ എന്നാണ് അവരുടെ വിശ്വാസം. നോക്കൂ നിങ്ങൾ, ഇത് ഖുർആനിനും സുന്നത്തിനും മുൻഗാമികളുടെ ഇജ്മാഇനും എതിരായ തെറ്റായ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസത്തിൽ ഇതുപോലുള്ള തെറ്റായ ധാരണകൾ കടന്നു വരുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കുക. അഹ്ലുസുന്നത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം നമ്മൾ ആവർത്തിച്ച് പഠിക്കുക. അള്ളാഹു അവനെക്കുറിച്ചുള്ള, അവൻ്റെ ദീനിനെക്കുറിച്ചുള്ള ശരിയായ വിശ്വാസത്തിൽ ജീവിക്കാനും അതിലായി മരിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.